posted this on X, but Sarah was on with her 8-year-old niece last night. She came out. I'm sorry. Just, one day you're swimming in the pool and the next day it's all gone. But she came out with her little Yeti piggy bank for us to rebuild our house. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്നത് വലിയ സന്തോഷത്തോടെ ഒന്നുമല്ല, എന്നിരുന്നാലും അത് ഒരു സന്തോഷം സ്വാഭാവികമായിട്ടും മർദ്ദിതർക്ക് ചില സന്തോഷങ്ങൾ ഉണ്ടാവാറുണ്ട്. അതോടൊപ്പം തന്നെ ഉള്ള ഒരു സന്തോഷം മാത്രമാണ് ഞാനും നിങ്ങളോട് പങ്കുവെക്കുന്നത്. കാരണം ഏകദേശം 1.5 വർഷത്തോളമായി നിരപരാധികളായ ഒരു മർദ്ദിത ജനവിഭാഗത്തെ കൊന്നൊടുക്കി അതിൽ അഹങ്കരിച്ചുകൊണ്ട് ആ രാജ്യത്തെ മുഴുവനായിട്ട് ഞങ്ങളിപ്പോൾ തന്നെ ഭസ്മീകരിച്ചു കൊണ്ടിരിക്കും. ഇപ്പം തന്നെ ഇനി ഗസയില്ല, അവിടുത്തെ ജനങ്ങളില്ല, ഒക്കെ ഞങ്ങൾ സ്വന്തമാക്കും എന്ന് പറഞ്ഞ് അഹങ്കരിച്ചു കൊണ്ട് നടക്കുകയും അതിന് എന്തെല്ലാം എവിടെ നിന്നാണോ പണം ഒപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അമേരിക്ക ഇന്ന് അങ്ങേയറ്റം നിസ്സഹായ അവസ്ഥയിലായിരിക്കുന്നു. ആ സ്വന്തം നാട്ടിൽ വന്നുപെട്ടിട്ടുള്ള അതിശക്തമായിട്ടുള്ള കാട്ടുതീയും ആ കാട്ടുതീയോടൊപ്പം വന്നുകൊണ്ടിരിക്കുന്ന അതിശക്തമായ കൊടുങ്കാറ്റും. ഇതെന്താ, ഇത് രണ്ടും കൂടെ വന്നിരിക്കുന്നു. മാത്രമല്ല, എല്ലാ ശാസ്ത്രജ്ഞന്മാരും പറയുന്നത് പോലെ ഒരിക്കലും അവിടെ കാട്ടുതീ വരേണ്ട ഒരു സമയമല്ല ഇപ്പോൾ. എന്നിട്ട് ആ സമയത്ത് അകാലത്തിൽ വന്നിരിക്കുന്നു ഈ കാട്ടുതീ. ആലോചിച്ച് നോക്കൂ, ഒരു കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന അതിശക്തമായിട്ട് അതിനുവേണ്ടി പണം ചെലവാക്കിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്ക പോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ. എന്നിട്ടുണ്ടോ സർവശക്തനായ പടച്ചവൻ്റെ വല്ല സംവിധാനങ്ങളെയും ഇവർക്കൊന്ന് സ്പർശിക്കാൻ പോലും കഴിയുമോ? അള്ളാഹു വിചാരിച്ചാൽ ഇവരുണ്ടോ ഒരു സെക്കൻഡ് പോലും മർദ്ദിതരായ കുഞ്ഞുങ്ങളെയും നോക്കണം, നിരപരാധികളായ കുഞ്ഞുങ്ങളെ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ വയസ്സന്മാരെ, സ്ത്രീകളെ, ഗർഭിണികളെ ഒരു നിഷ്ഠൂരമായിട്ട് യാതൊരു മാനുഷികതയുമില്ലാതെ ആ പാവങ്ങളെ മുഴുവനും കൊന്നൊടുക്കി. എന്തിൻ്റെ പേരിൽ? ഹമാസിൻ്റെ പേരിൽ. ഞാൻ പറയുന്നത്, ഹമാസ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഹമാസിനെ നിങ്ങൾ ശിക്ഷിക്കൂ എന്ന് തന്നെയാണ് ഞാൻ എന്നും എൻ്റെ വ്ളോഗിൽ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഹമാസ് പോലും പ്രതികരിച്ചത് സഹിക്കാൻ പറ്റാതെയാണ്. 75 വർഷമായിട്ട് മാനുഷികമായ ഒരു മൂല്യത്തിനും വിലയില്ലാതെ മനുഷ്യാവകാശങ്ങൾ ഹമാസുകാർക്കില്ല. മനുഷ്യാവകാശത്തെ വലിയ വായിൽ വിളിച്ചു പറയുന്നവരാണ് ഈ പാശ്ചാത്യർ. ആ പാശ്ചാത്യർ മുസ്ലിങ്ങൾ അഥവാ മർദ്ദിതരായ ഫലസ്തീനികൾക്ക് ഈ അവകാശങ്ങളൊന്നുമില്ല. നോക്കണം, അവർക്ക് മാത്രമാണ്, യൂറോപ്യൻസിനും ഉയർന്നവർക്കും മാത്രമുള്ളതാണ് മനുഷ്യാവകാശങ്ങൾ. പാവപ്പെട്ട മർദ്ദിതരെ, നിരപരാധികളായ കുഞ്ഞുങ്ങളെ മുഴുവനും ഇല്ലാതാക്കുമ്പോൾ അവർക്ക് യാതൊരു മാനുഷികതയുമില്ല. അത് ഹമാസിൻ്റെയും യുദ്ധത്തിൻ്റെയും പേരിൽ അതൊന്നും പ്രശ്നമല്ല. അപ്പോൾ സർവശക്തനായ പടച്ചോൻ ഉണർന്നിരിക്കുന്നു. അവൻ ഉറങ്ങുകയായിരുന്നില്ല ഇതുവരെയും, മറിച്ച് എല്ലാം അവൻ നോക്കിക്കാണുന്നവനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തുമാത്രം സങ്കടകരമായ ഒരു അവസ്ഥയാണ്, ഒരു വാർത്തയാണ് ഇന്ന് നമുക്ക് കാലിഫോർണിയ എന്ന് പറയുന്ന ലോസ് ഏഞ്ചലസിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതീവ സങ്കടകരമാണ്. മാത്രമല്ല, വമ്പിച്ച കോടീശ്വരന്മാർ മുഴുവനും പിച്ചച്ചട്ടിയെടുത്ത് നോക്കണം, 45,000 കോടി ഉറുപ്പികയ്ക്ക് മണിമാടി, 45,000 കോടി ഡോളറിന് ഒരു വലിയ കൊട്ടാരം പണിത് പ്രവേശിച്ചു കൊണ്ടിരുന്നവനാണ് യഥാർത്ഥത്തിൽ ഈ ജെയിംസ് വുഡ്സ് എന്ന് പേരായ ഏറ്റവും വലിയ ഫലസ്തീൻ വിരുദ്ധനല്ല, ഒരു മനുഷ്യാവകാശ വിരുദ്ധൻ. ഒരിക്കലും ഹമാസിനെ മുഴുവനായിട്ടും ഹമാസിൻ്റെ പേര് പറഞ്ഞ് ആ ആളുകളെ മുഴുവനും ഇല്ലായ്മ ചെയ്യണം. അവരുമായിട്ട് ഒരു സീസ് ഫയർ, ഒരു വെടിനിർത്തൽ കരാറ് ഒരിക്കലും പാടില്ല. അവരെ ഭൂമിയിൽ വെച്ചേക്കരുത്. അവരെ കുട്ടികളെയും അവരുടെ കുടുംബങ്ങളെയും മുഴുവനും ഇല്ലാതാക്കണമെന്ന് ആവർത്തിച്ച് അട്ടഹാസിച്ച് പോസ്റ്റ് ഇട്ടിരുന്ന ആ ജെയിംസ് വുഡ്സിൻ്റെ 45,000 കോടി ഡോളറിൻ്റെ വീട് കാണാനില്ല. വളരെ സിമ്പിളായി കൊണ്ടുവന്ന അള്ളാഹുവിൻ്റെ അതാ തീ, പടച്ചവൻ്റെ തീ, അതാ അവൻ്റെ വീട് ഇല്ലാതാക്കിയിരിക്കുന്നു. ആലോചിച്ച് നോക്കൂ, അവൻ എന്തെല്ലാമാണ് കുറച്ച് മുമ്പ് പറഞ്ഞത്. നോക്ക്, അവൻ സങ്കടപ്പെട്ട്. അപ്പോൾ അവൻ എങ്ങനെയാണ് സങ്കടം വരാതിരിക്കുമോ? ഇപ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റായ ട്രംപിന് ഈ വുഡ്സിനും ഒക്കെ ഇപ്പോൾ വിഷാദരോഗം പിടിപെട്ടിരിക്കുന്നു. കാരണം സമ്പന്നന്മാർ അതീവ പിച്ചക്കാരായി മാറുന്ന ഒരൊറ്റ നിമിഷം കൊണ്ട് അവർ കൈ കാട്ടുന്ന പിച്ചച്ചട്ടിയുമായി നടക്കേണ്ട ഒരു ഗതികേട്. അതുകൊണ്ടായിരിക്കണം അവിടെ ഉള്ള ഈ ജെയിംസ് വുഡ് അങ്ങേയറ്റം ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു വെറിയൻ, അങ്ങേയറ്റത്തെ
ഈ മനുഷ്യർക്ക് പോലും അപമാനമുണ്ടാക്കുന്ന ആ വെറിയൻ അതികഠിനമായിക്കൊണ്ടാണ് പരിഹസിച്ചു കൊണ്ടിരുന്നത്. നിരപരാധികളായ ഈ ഗർഭിണികളെയും കുഞ്ഞുങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്നതിന് ശക്തിമത്തായിട്ട് ഒരു പൊടി പോലും വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞ അവനിതാ നോക്ക് കൈകാട്ടുന്ന അവസ്ഥ. അവനിപ്പോൾ ഏതോ ഒരു അഭയാർത്ഥി ക്യാമ്പിലാണെന്നാണ് കേൾക്കുന്നത്. അവൻ്റെ കുടുംബത്തെക്കുറിച്ചൊന്നും ഇപ്പോൾ അറിയാൻ കഴിയുന്നില്ല. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പോഴാണ് ഒരു കുഞ്ഞ് അവൻ്റെ ദയനീയാവസ്ഥ കണ്ടിട്ട് അവിടെ ആ അഭയാർത്ഥി ക്യാമ്പിലുള്ള മറ്റെല്ലാവരെക്കാളും ഭീകരമാണ് അവൻ്റെ ദൃശ്യം. അവൻ അങ്ങേയറ്റം ബേജാറിലായിരിക്കുന്നു. അവൻ്റെ അടുക്കൽ തൻ്റെ നമ്മളൊക്കെ നാട്ടിലൊക്കെ പറയുന്ന കുട്ടികളുടെ കളി കുടുക്ക, സമ്പാദ്യ കുടുക്ക, ആ സമ്പാദ്യ കുടുക്ക കൊണ്ടുപോയിട്ട് ആ കേവലം 10 വയസ്സിന് താഴെയുള്ള ആ ബാലൻ ഇവൻ്റെ ആ പ്രയാസം കണ്ടിട്ട് കൊണ്ടിട്ട് കൊടുക്കുകയാണ്. ഇതാ ഏട്ടാ നിങ്ങൾ വീട് വെച്ചോളൂ എൻ്റെ ഈ കാശ് കൊണ്ട്. പടച്ചവൻ്റെ പണി എന്തുമാത്രമാണ് അത്ഭുതം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഏട്ടാ ആ കുഞ്ഞിൻ്റെ മനസ്സ് ആ ഇത്രയും വലിയ കോടീശ്വരനായ ആ വുഡ്സിനോട്, ജെയിംസ് വുഡ്സിനോട് ഇതാ എൻ്റെ ഈ സമ്പാദ്യ കൊടുക്ക എടുക്കൂ എന്ന് പറയുന്ന അവരെ മനസ്സ് നോക്കണം. ആ നരാധമനോട് ഒരിക്കലും ആ നരാധമനോട് കാണിക്കാൻ പാടില്ല ഇങ്ങനെ ഒന്ന്. ആ കുട്ടി അറിഞ്ഞിരുന്നെങ്കിൽ കാണിക്കില്ല. പക്ഷേ പിള്ള മനസ്സിൽ കള്ളമില്ലല്ലോ. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും അവരുടെ ആ നിഷ്കളങ്ക ഭാവമാണ് പുറപ്പെട്ടത്. അപ്പോൾ ഇന്ന് അങ്ങേയറ്റം പ്രയാസത്തിലാണ് മുഴുവൻ. അഥവാ എന്താണ് 35,000 ഏക്കറിലേറെ ഇപ്പോൾ തന്നെ തീ എടുത്തു കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. ആ തീയുടെ വ്യാപനം ശക്തമാകുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം മുതൽ ശക്തിമത്തായിട്ടുള്ള കൊടുങ്കാറ്റ് അതിൻ്റെ അകമ്പടിയായി കൂടെ വന്നിരിക്കുന്നു. എന്തിനാ? നമുക്കൊക്കെ അറിയാലോ, ഒരു തീ അങ്ങോട്ട് പടർന്നാൽ അത് മുഴുവൻ പടർത്താൻ വേണ്ടിയിട്ട് ആരോ പറഞ്ഞയച്ചതൊന്നുമല്ല, ഹമാസിൻ്റെ പണിയൊന്നുമല്ല, നോക്കട്ടെ, യൂസുഫുള്ളയുടെ പണിയല്ല, ഊത്തികളുടെ പണിയല്ല, സർവശക്തനായ അള്ളാഹുവിൻ്റെ പണിയാണ്. നിങ്ങൾ കണ്ടു നോക്കൂ ഈ കാര്യങ്ങൾ. ഇതാണ് പടച്ചവൻ്റെ പണി. പിന്നേക്ക് വെച്ചിട്ടില്ല. 1 കൊല്ലം കഴിഞ്ഞു. ഞങ്ങൾ എന്തിനും തയ്യാറാണ്. ഞങ്ങൾ ഏറ്റവും വലിയ സമ്പന്നരാണ്. നോക്കൂ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ അവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഈ തീ കെടുത്താൻ ശാസ്ത്രീയമായ വഴികൾ പോലും അമേരിക്കൻ പട്ടാളത്തിന് കഴിയുന്നില്ല, അവിടുത്തെ സൈന്യത്തിന് കഴിയുന്നില്ല. മറിച്ച് ബക്കറ്റിൽ വെള്ളം എടുത്ത് ഒഴിക്കുന്ന അശാസ്ത്രീയമായ രീതിയാണ് കാലിഫോർണിയയിലെങ്ങും കാണുന്നത് എന്നാണ് വാർത്തകളിൽ പറയുന്നത്. അത്രമാത്രം ഇവരുടെ തലയിൽ എന്തു സംഭവിച്ചു? അങ്ങേയറ്റം ഉന്മൂലനത്തിൽ നിരപരാധികളായ കുഞ്ഞുങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിൽ മാത്രം ഗിന്നസ് ബുക്കിൽ പേര് എടുത്തിട്ടുള്ള ഈ ബൈഡൻ ആയാലും ഇനി വരാൻ പോകുന്ന ആ ട്രംപ്, അവൻ പറഞ്ഞ വാക്കുണ്ട് 10 ദിവസം കൊണ്ട് ഞാനിതാ മുന്നറിയിപ്പ് തരുന്നു, ഹമാസും ഗസയും അതിൻ്റെ പൊടി പോലും ഞാൻ വെക്കില്ല, അത്രക്ക് കഴിവുള്ളവനാണ് ഞാൻ. അതുകൊണ്ട് ബൈഡനെ അല്ല നിങ്ങൾ കണ്ടിട്ടുള്ളൂ, ആ ബൈഡൻ്റെ 10 മടങ്ങ് ശക്തനാണ് ഞാൻ. ഹമാസിൻ്റെ പൊടി പോലും വെക്കാതെ ആ ഗസ എന്ന് പറയുന്ന പലസ്തീൻ പോലും ചരിത്രത്തിൽ നിന്ന് അഥവാ ഭൂപടത്തിൽ നിന്ന് അപ്രത്യക്ഷമാക്കാൻ കഴിവുള്ളവനാണ് ഞാൻ എന്ന് പറഞ്ഞ് അവനിപ്പോൾ വിഷാദരോഗം വന്നിരിക്കുന്നു. നഹൂദു ബില്ലാഹ്, എന്തൊരവസ്ഥയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇത് അള്ളാഹു അവൻ്റെ നടപടിക്രമങ്ങളാണ്. ആ നടപടിക്രമങ്ങൾ അവൻ തുടരുക തന്നെ ചെയ്യും. ആലോചിച്ച് നോക്കണം. ഈ കാര്യത്തിൽ നിരപരാധികൾ പെട്ടുപോവുകയില്ലേ എന്ന ചോദ്യമുണ്ട്. കാക്ക, അതിൽ നിരപരാധികൾ പെടില്ല, തീർച്ചയായിട്ടും പെടും. തമ്മാടികൾ ഇപ്പോൾ ഈ നിരപരാധികളെ അല്ലേ ഈ അധർമ്മകാരികൾ കൊന്നൊടുക്കിയത്? ആലോചിച്ച് നോക്ക്. അപ്പോൾ ന്യായവാനായ അള്ളാഹു, നീതിമാനായ അള്ളാഹു ഈ ചെയ്യുമ്പോൾ അതിൽ നിരപരാധികളും പെടില്ലേ എന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആൻ അതിന് ശക്തിമത്തായിട്ടുള്ള, അതാണ് വിശുദ്ധ ഖുർആന്റെ പ്രസക്തി. അങ്ങേയറ്റം അനുദിനം അനുനിമിഷം അതിശക്തമായ ഒരു ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിൽ പറയുക. എന്താ പറയുന്നത്? നിങ്ങളൊന്നും അറിയും. നിങ്ങൾക്കൊക്കെ എടുത്തു നോക്കി പാരായണം ചെയ്യാം. അത് മുസ്ലിങ്ങൾ തന്നെ ആവണമെന്നൊന്നുമില്ല. പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വായിക്കാം. നെറ്റിൽ കിട്ടും, ഗൂഗിൾ അടിച്ചാൽ കിട്ടും, പുസ്തക രൂപത്തിൽ കിട്ടും, ഒക്കെ നിങ്ങൾ നോക്കും. പരിശുദ്ധ ഖുർആനിൽ ഞാനത് പറയാൻ പോവുക. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ. 27-ാമത്തെ നംല് എന്ന അധ്യായം, ആ 27-ാമത്തെ സൂറത്തു നംല്, അതിന് 48-ാം വചനത്തിൽ പറയുന്ന ഒരു പ്രസക്തമായ ആ വാക്കാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഞാൻ അത്ര വലിയ പണ്ഡിതനായതുകൊണ്ടൊന്നും പറയല്ല. ഈ സംഭവമായി കോർത്തിണക്കാൻ ഏറ്റവും ഫിറ്റായ ഒരു വചനമാകുന്നു അത്. എന്താണ് ആ വചനത്തിൽ പറഞ്ഞത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വകാന ഫിൽ മദീനത്തി തിസ്ഹതു റഹത്തിൻ യുഫ്സിദൂന ഫിൽ അർദ് വലാ യുസ്ലിഹൂൻ. നോക്കണം, ഒരു നന്മയുമില്ലാത്ത 9 ആളുകൾ എന്ന് പറയാം മദിയൻ എന്ന പട്ടണത്തിൽ ഷുഹൈബ് എന്ന പ്രവാചകന്റെ ആ പ്രബോധന ദൗത്യത്തിന്റെ കാലത്ത് ഏറ്റവും തുല്യതയില്ലാത്ത അധർമ്മത്തിന്റെ പര്യായമായ
9 ആളുകളാണ് ആ തിന്മക്ക് കൂട്ടുനിന്നത്. അഥവാ സുഹൈബിനെയും അദ്ദേഹത്തിൻ്റെ ഒട്ടകത്തെയും സുഹൈബിനെയും അദ്ദേഹത്തിൻ്റെ ആളുകളെയും മാറ്റിപ്പുറത്താക്കാൻ തന്ത്രപരമായ ഒരു പദ്ധതിയാണ് അവരിട്ടത്. അതാണ് ആ 9 പേര് ആ വൃത്തികേട് ചെയ്തപ്പോൾ ഞാൻ ഈ പറയുന്നത് അതാണ്. ഈ പറയുന്ന ബൈഡനോട്, ഈ പറയുന്ന നദ്യാനോഹുവിനോട് നോക്കണം, ഒരിക്കലും അരുതേ എന്ന് പറയാൻ ആരുമില്ലാതിരുന്ന് കാത്തുകൊള്ളുക നിങ്ങൾ അറബികളെ, നിങ്ങൾ മുനാഫിക്കുകളായ അറബികളെ. ഇത് അള്ളാഹു കാണുന്നുണ്ട്. ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ശാപമേറ്റ് എനിക്ക് പറയാൻ പോലും കഴിയുന്നില്ല. ആ ഗർഭിണികളായ ആ പാവങ്ങളുടെ ശാപമേറ്റ് ഈ അറബികളെ നിങ്ങളുടെ ഈ പറയുന്ന മണിമാളിക എത്ര ഒരു സെക്കൻഡ് കൊണ്ട് തകർത്ത് തരിപ്പണമാക്കാൻ സർവശക്തനായ അള്ളാഹുവിന് എന്തിനാണ് പണിയുള്ളത്? നിങ്ങളുടെ എല്ലാ ഔദാര്യത്തെയും നിങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളെയും ഒരു സെക്കൻഡ് കൊണ്ട് തവിട് പൊടിയാക്കാൻ കഴിവുള്ള പ്രപഞ്ചനാഥൻ ഇതൊക്കെ നോക്കിക്കാണുന്നുണ്ട്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അവൻ വ്യക്തമായിട്ടുള്ള ഒരു സ്ഥലത്തിരുന്ന് കാണുന്നു. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കും ഇത് തന്നെയാണ്. അരുതേ എന്ന് പറയാൻ ആരും ഉണ്ടായില്ല. അതുകൊണ്ട് ഈ പാപത്തിന് കൂട്ടുനിന്ന ബഹ്റൈൻ രാജാവായാലും സൗദി രാജാവായാലും അതോടെ UAE പ്രസിഡന്റായാലും എല്ലാവർക്കും വരാൻ പോകുന്ന ഗതികേട് ഈ പറയുന്ന ഞങ്ങൾക്ക് ബാധിക്കില്ല എന്ന് വിചാരിക്കേണ്ട. ആരും അവരെ ഈ തമ്മാടികളെ തടയാൻ മർദ്ദിതരെ സഹായിക്കുന്നില്ലേ എന്ന ചോദ്യത്തെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള എല്ലാവർക്കും ഇന്നല്ലെങ്കിൽ നാളെ വരാൻ പോകുന്ന ഒരു അതീവ ദുഃഖകരമായ ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് ഈ നടപടിക്രമം സർവശക്തനായ അള്ളാഹു കൊണ്ടുപോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആ കുറച്ച് ആളുകളല്ലേ ചെയ്തത്, അതുകൊണ്ട് അവർക്ക് മാത്രമല്ലേ ബാധിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ആ നാട്ടുകാരെന്ത് പിഴച്ചു? തീർച്ചയായിട്ടും അള്ളാഹുവിന് ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. ആ നടപടി അതിൻ്റെ നീതിയും അതിൻ്റെ ഒരിക്കലും അവൻ ലായുദ്ലിമു റബ്ബുക അഹദ, അവൻ ആരോടും അന്യായം ചെയ്യുന്നവനല്ല. അപ്പോൾ ഈ ചെയ്യുന്നത് അന്യായമാണോ? തീർച്ചയായിട്ടും അല്ല. അതിൻ്റെ രഹസ്യം അറിയുന്ന പടച്ചോൻ അതിന് ചില സംവിധാനങ്ങളെയൊക്കെ കൊണ്ടുവരും. നമുക്കറിയില്ലല്ലോ. പരിശുദ്ധ ഖുർആനിൽ വീണ്ടും പറയുന്ന അതിപ്രസക്തമായ മറ്റൊരു വാക്കുണ്ട്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. സൂറത്ത് ഫാത്തിർ, വിശുദ്ധ ഖുർആനിൻ്റെ 35-ാം അധ്യായമായ ഫാത്തിറിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതിൽ പറയുന്ന ഒരു വാക്കുണ്ട്, ഇസ്തിക്ബാറൻ ഫിൽ അർളി വ മക്ര സയ്യി. ഭൂമിയിലെ അഹങ്കാരം എന്ന് പറയുന്നതുണ്ടല്ലോ, അത് മനുഷ്യനിൽ കടന്നു വന്നാൽ ഭയങ്കരമായ ദൂഷിച്ച പ്രവണത അവരിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടും. അതാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞത്. അധികാരമേൽക്കുന്ന ദിവസം ഏകദേശമായിട്ടുള്ള 3 ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്, ഞാൻ 10 ദിവസത്തെ സമയമാണ് കൊടുക്കുന്നത് ഹമാസിന്. ആ 10 ദിവസത്തിനുള്ളിൽ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ഞാൻ പൊടിയാക്കും, ഇല്ല നശിപ്പിച്ചു കളയും, ഒരു അംശം പോലും ഉണ്ടാവുകയില്ല എന്ന്. അഹങ്കാരത്തിൻ്റെ ആ ശബ്ദത്തിന് വ്യക്തമായ താക്കീതാണ് അല്ലാഹ് പറഞ്ഞത്. ഇസ്തിക്ബാറൻ ഫിൽ അർള്, ഭൂമിയിൽ അഹങ്കാരത്തോടുകൂടെ പെരുമാറിയിട്ടുള്ള 35-ാം അധ്യായം ഫാത്തിർ എന്ന് പറയുന്ന അധ്യായത്തിലെ 43-ാം വചനത്തിലാണ് പറയുന്നത്. ആലോചിച്ച് നോക്കൂ. അതുപോലെ തന്നെ സൂറത്തുൻ നംലിൽ അതിശക്തമായ പ്രായോഗികമായി നോക്ക്. ആ സൂറത്തുൻ നംലിൽ പറഞ്ഞതാണ് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞത്. മറ്റൊരു വാക്കുകൂടെ അള്ളാഹ് പറയുന്നുണ്ട്. നോക്കണം, ആ സൂറത്തുൻ നംലി എന്ന് പറയുന്ന 27-ാം അധ്യായത്തിൻ്റെ 50-ാം വാക്കിലും അള്ളാഹ് പറഞ്ഞു, വ മകറൂ മകറൻ വ മകർന മകറം വഹും ലാ യശ്ഉറൂൻ. നോക്കണം, അവരൊരു തന്ത്രം പ്രയോഗിച്ചു, പക്ഷേ നമ്മളും ഒരു തന്ത്രം പ്രയോഗിച്ചു. ആരുടെ തന്ത്രമാണ് വിജയം കണ്ടത്? അവരെ മനസ്സിലാക്കുന്നില്ലയോ? നോക്ക്. അപ്പോൾ തീർച്ചയായിട്ടും അള്ളാഹുവിന് ചില നടപടിക്രമങ്ങളുണ്ട്. ആ ക്രമങ്ങൾ അവൻ തുടരുക തന്നെ ചെയ്യും. ചിലരുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു പെട്ടെന്ന് ഉത്തരം കൊടുക്കും. ചില മർദ്ദിതരുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകിച്ച് ഉത്തരം കൊടുക്കും. ചിലത് പരലോകത്തേക്ക് നീട്ടിവെക്കും, ചിലതിന് സാവകാശം നൽകും. ഇതൊക്കെ ആ സർവശക്തനായ പടച്ചവൻ്റെ രഹസ്യ അജണ്ടകളിൽപ്പെട്ടതാണ്. ആർക്കും അറിയിച്ചു കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ ഇത്തരത്തിലുള്ള ചില നിലപാടുകൾ, ചില നടപടിക്രമങ്ങൾ ആ പ്രപഞ്ചനാഥൻ സ്വീകരിക്കേണ്ടതിൻ്റെ അനിവാര്യത ഒരു പരിധി വിട്ടാൽ, ഇസ്രാഫ് അഥവാ പരിധി വിട്ട ഒരു സമൂഹത്തോട് ചില നടപടിക്രമങ്ങളൊക്കെ ആ കാരുണ്യവാനായ പടച്ച തമ്പുരാൻ ഇന്നല്ലാഹ നോക്കണം, ഇന്നല്ലാഹ കവിയും ഷദീദുൽ ഇന്നല്ലാഹ കവിയുൽ ഷദീദുൽ ഇകാബ് വ ഇന്നഹു ലഗഫൂറുർ റഹീം. അതാണ് അവൻ്റെ പ്രത്യേകത. അവൻ ശക്തിമത്തായിട്ട് തന്നെ പിടികൂടി സൃഷ്ടിക്കും. അതോടൊപ്പം തന്നെ അവൻ അവൻ്റെ അടിമകളോട് അങ്ങേയറ്റം കാരുണ്യവും അഥവാ പൊറുക്കലിൻ്റെ മനസ്സുമുള്ളവനാണ്. പക്ഷേ അതിന് മനസ്സുണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.